പറഞ്ഞ് തീർന്നില്ല, വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആന 2 ചിന്നംവിളിയും വിളിച്ച് 2 ആന ഇങ്ങോട്ട് വരുന്നത് കണ്ടു. പക്ഷെ കരടി അങ്ങനെയല്ല, പെട്ടെന്ന് നമ്മൾ ചാർജ് ചെയ്യും. അറിയാം, കടുവ പിടിച്ച ഏറ്റവും പുറകുവശത്തെ അവൻ ആദ്യം തിന്നത്തുള്ളൂ. ഈ കടുവ കുട്ടിയാനയ്ക്ക് ഒരു പാലിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ആ പാലിൻ്റെ സ്മെല്ലിനാണ് ഇതിൽ പുറകെ ഇങ്ങനെ ഈ പ്രസവിക്കുമ്പോൾ തന്നെ ഈ പിടിക്കാനായിട്ട് നടക്കുന്നത്. ആന ഒരു വരവായിരുന്നു, ഞങ്ങളുടെ നേരെ ഉറപ്പായിട്ട് പിടിച്ചു. മനുഷ്യനെ പിടിക്കും. ഞങ്ങളിവിടെ വന്ന് ബാഗ് വെക്കുന്നു, ഇതിൻ്റെ പുറയിൽ കറക്റ്റ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഉറപ്പായിട്ട് ഓടിച്ചിരിക്കും. ഞാൻ കൂടിയിട്ടുണ്ട്. സ്വന്തം തള്ള തന്നെ കുഞ്ഞിനെ തിന്നാറുമുണ്ട്. കാരണം ബോഡി വീക്ക് ആകുന്നതനുസരിച്ച് ചിലപ്പം ഞാനും ആന അടുത്തടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. ഗുഡ് മോർണിംഗ്. ഇതേ നമ്മൾ വാച്ച് ടവറിൽ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റാണ്. 4:45 എഴുന്നേറ്റു. ഒട്ടും ലൈറ്റില്ലായിരുന്നു. ഇപ്പോൾ 5:45 കഴിഞ്ഞു. ചെറുതായിട്ട് ലൈറ്റൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ പുൽമൈതാനത്തിൽ ഇപ്പം പന്നികളുണ്ട്, കാട്ടുപന്നി. ഇന്നലെ കിടന്നുറങ്ങിയ മ്ലാവുകളൊക്കെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് വീണ് കഴിഞ്ഞാണ് മോർണിംഗ് ഒരു ഷോർട്ട് ട്രെക്കിന് പോകുന്നത്. നമ്മുടെ വാച്ച് ടവറിൻ്റെ ഒരു സൈഡിൽ മരങ്ങളുടെ ഇടയിൽ കംപ്ലീറ്റ് കാട്ടുപോത്തുകൾ കിടന്നുറങ്ങുകയാണ്. ആദ്യം കണ്ടപ്പം കല്ലാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അനക്കം കണ്ടത്. കാട്ടുപന്നിയെ 3-4 ഒന്നിച്ച് അടുങ്ങി കിടന്നുറങ്ങുകയാണ് അവിടെ. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള കാഴ്ച ഇതാണ്. നമ്മുടെ വാച്ച് ടവറിൻ്റെ ഒരു സൈഡിൽ മരങ്ങളുടെ ഇടയ്ക്ക് കംപ്ലീറ്റ് കാട്ടുപോത്തുകളാണ്, കുഞ്ഞും വലുതും ഒക്കെ ആയിട്ട്. അതിൽ അവിടെ എഴുന്നേറ്റ് നിപ്പുണ്ട് രാവിലെ തന്നെ. അവർ കിടന്നുറങ്ങുന്ന ഭാഗമാണ്. കിടന്നുറങ്ങി രാവിലെ ഇതാ എണീറ്റ് ഈ പുൽമേട്ടിലോട്ട് മെല്ലെ നടന്നു തുടങ്ങുന്നുണ്ട് അവർ. 2-3 കാട്ടുപന്നിയാണ് ഈ സൈഡിൽ കൂടെ ഇറങ്ങി വന്ന് അവിടെ നിൽപ്പണ്ടേ. നോക്കി മെല്ലെ പുല്ലിൻ്റെ ഇടയിൽ അനക്കം കണ്ട. അവർ വലിയ കൂട്ടമാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാണാൻ കുഞ്ഞുങ്ങളെയൊക്കെ. ഇതേ ഒരുത്തൻ സൈഡിൽ നിന്ന് നടന്നു വരുന്നു. മണ്ണ് കുത്തി മറിച്ച് അതിനകത്തുള്ള പുഴുവിനെയും വണ്ടിനെയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവന്മാർ തിന്നുന്നത്. അവിടെ ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോത്ത് മാറാത്ത വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കുഞ്ഞുണ്ട്. അതിൻ്റെ കുഞ്ഞിൻ്റെ വാൽ അനങ്ങുന്ന കാണാം. അത് പാല് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്തെ സൈഡായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാതെ. പാല് കുടി കഴിഞ്ഞാൽ നമുക്കതിനെ കാണാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതെ മൂവ് ചെയ്ത് പോയി. ആ കുഞ്ഞിനെ കണ്ട. മൂവ് ചെയ്ത് മാറിയപ്പോൾ കുഞ്ഞിനെ കാണാൻ പറ്റി. ഇപ്പം ഇറങ്ങിയ പന്നിക്കൂട്ടേ പുല്ലിൽ നിന്ന് ആദ്യം കാട്ടിലോട്ട് കയറി. എന്നിട്ട് എല്ലാവരും കൂടെ പെട്ടെന്ന് ഓടി താഴോട്ട് ഇറങ്ങിയതാണ്. ഒരു ചെറിയ അനക്കം കേട്ടാൽ ഭയങ്കര റെസ്പോൺസ് ആട്ടോ. എല്ലാവരും കൂടെ എന്താണെന്നൊന്നും നോക്കത്തില്ല, ഒറ്റ ഓട്ടമായിരിക്കും. രാവിലെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പം ഏകദേശം വെളിച്ചം വീണ് തുടങ്ങി. ഇത്രയൂടെ വെളിച്ചം വീണിട്ടാണ് നമ്മൾ മോർണിംഗ് ട്രക്കിങ്ങിന് പോകുന്നത്. നമ്മൾ രാവിലെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും. കവിരാജ് ചേട്ടൻ, ജോർലിൻ സാറ്, രവിചേട്ടൻ. അപ്പോൾ രവിചേട്ടൻ ഫേമസ് കുക്കാണ് കേട്ടോ. എടപ്പാളയത്തിൽ അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ല. ഫുഡ് മാത്രമല്ല എല്ലാം. അപ്പോൾ നമുക്ക് രാവിലത്തെ ട്രക്കിങ്ങിൻ്റെ കാഴ്ചകൾ കാണാം. ശരിക്കും എടപ്പാളയം വാച്ച് ടവർ പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിൽ 2 ഷോർട്ട് ട്രക്കാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടൈഗർ കില്ല് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്നലെ അവിടെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്തത്. രാത്രിയിൽ വന്നിട്ട് കാട്ടുപോത്തിനെ കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും രാവിലെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും നമ്മളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കണമെന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. വൈൽഡ് ലൈഫിൻ്റെ കാര്യത്തിൽ കാത്തിരിപ്പുകളും ക്ഷമയും ഒക്കെ ഒരുപാട് വേണ്ടത് തന്നെയാണല്ലോ. ഇന്നലെ ഏകദേശം 1 മണിക്കൂറോളം നമ്മളവിടെ കാത്തിരുന്നെങ്കിലും കടുവയെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയും അവിടെ തന്നെ പോയി കാത്തിരിക്കാനാണ് പ്ലാൻ.
നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കടുവയില്ലെങ്കിലും രാത്രി വന്ന് ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാര്യം തലേ ദിവസം ഇല്ലാതിരുന്ന പക്മാർക്കുകളും ആ മണ്ണിൻ്റെ ഘടനയൊക്കെ മാറിയിട്ടുമുണ്ട്. പിന്നെ ഫുഡ് കടിച്ചിട്ടിരിക്കുന്നതിൻ്റെ അവസ്ഥയും അത് ഇന്നലത്തേതുപോലല്ല. കുറച്ച് ഭാഗം കടിച്ചവൻ തിന്നിട്ടുണ്ട്. ചവിട്ടി രാത്രിക്ക് വന്നതാണത്. രാത്രി വന്ന് കഴിച്ചിട്ടുണ്ട്. ഇതിനെ കാണാം. ഇന്നലെ തൊട്ട് ഒരു വലിയ കടുവയായിട്ട് വന്നിട്ട് അത് രാത്രി കഴിക്കാനായിട്ട് വന്നതാണ്. ഇന്നലെ പൊട്ടിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ പൊട്ടിച്ചിട്ടില്ലായിരുന്നല്ലേ? പോയി കഴിഞ്ഞിട്ട് വന്നു. ഇനി ഇന്നലെ കാത്തിരുന്ന പോലെ തന്നെ കുറച്ച് നേരമുള്ള കാത്തിരിപ്പാണ് കടുവയെ കാത്ത്. അപ്പോൾ ആ കാത്തിരിപ്പിലും നമുക്ക് മറ്റ് പലരെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വൈറ്റ് വിങ്ഡ് വാക്ടൈൽ, വെള്ളയും കറുപ്പും മാത്രമേ ഇവരുടെ ശരീരത്തിൽ കളറുള്ളൂ. നമ്മുടെ വാലാട്ടി കിളികളുടെയൊക്കെ കുടുംബം തന്നെ. ജംഗിൾ മൈനയാണ്. ഒരു മരത്തിക്കുറ്റിയുടെ മുകളിൽ 2 പേരുണ്ട്. നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന് ഈ മലമുഴക്കി എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണും. പറക്കുന്ന സമയത്തും അതുപോലെ ഇതുപോലെ ശബ്ദം ഉണ്ടാക്കുമ്പോഴും മുഴങ്ങി കേൾക്കുന്നൊരു ശബ്ദമാണ്. ദൂരെ കാണുന്ന ആ വലിയ മരത്തിലാണ് ഇവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. രവിച്ചേട്ടനും കവിരാജേട്ടനും ബൈനാക്കുലറൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് സെർച്ചിങ്ങിലാണ്. എന്തുണ്ടെങ്കിലും നമ്മളെ കാണിച്ചു തരണം എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഇവർ 2 പേരും. നമ്മുടെ നാട്ടിൽ കാണുന്ന കിങ്ഫിഷറുകളിൽ ഏറ്റവും വലിയവനാണ് സ്ട്രോക്ക് ബിൽഡ് കിങ്ഫിഷർ, കാക്ക മീൻകൊത്തി. ദൈവം പറന്ന് ഒരു മീനെയും കൊത്തിക്കൊണ്ടാണ് രണ്ടാമത് വന്നിരുന്നത് കേട്ടോ. പിടിച്ച മീനിനെ മരത്തിലടിച്ചിട്ട് കൊന്നിട്ടാണ് അവൻ തിന്നാനുള്ള ശ്രമം നടത്തുന്നത്. 2-3 സ്ഥലം മാറിയിരുന്നതിന് ശേഷമാണ് ഇവൻ അവസാനം ഈ മീനിനെ വിഴുങ്ങിയതും. കുറച്ചുകൂടെ ദൂരത്ത് പോയിരുന്നിട്ടാണ് അവൻ അതിനെ തിന്നാൻ ശ്രമിക്കുന്നത്. ദൂരെയുള്ള മരത്തിൽ കരിങ്കുരങ്ങുകൾ ചാടിക്കളിക്കുന്ന കണ്ടില്ലേ? ഇവന്മാർ നല്ല ലോങ് ഡിസ്റ്റൻസിലൊക്കെ മരത്തിൽ നിന്ന് ജമ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ജമ്പിങ് കണ്ടില്ലേ? എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അവൻ മേളിൽ നിന്ന് ചാടി അടുത്ത മരത്തേക്കൂടെ ഓടിപ്പോകുന്നതെന്ന് നോക്കി. വേറെ ആരുമല്ല കേട്ടോ, കാക്കയാണ്. ലാർജ് ബിൽഡ് ക്രോ, നമ്മുടെ ബലിക്കാക്ക. അവൻ ആ കമ്പിൻ്റെ മേളിലിരിക്കുന്നത് കണ്ടിട്ട് അവനെ ഷൂട്ട് ചെയ്യാതെ വിടാൻ തോന്നിയില്ല. അവൻ പറന്ന് വേറൊരു മരത്തിൻ്റെ ഫ്രെയിമിൽ പോയിരിക്കുന്നു നോക്കി. ശരിക്കും നമ്മൾ വേഴാമ്പലിനെയൊക്കെയാണ് അവിടെ പ്രതീക്ഷിച്ചതെങ്കിലും ഒരു കാക്കയെ കിട്ടിയപ്പോൾ വെറുതെ വിടാൻ പറ്റൂലല്ലോ. ഈ ഇരിക്കുന്ന കൂട്ടരെ കണ്ടോ, നീലത്തത്ത, മലബാർ പാരക്കീറ്റ്. ഇവന്മാർ ഏത് മരത്തിൽ ചെന്നിരുന്നാലും അതിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ഈസിയാണ്. മുമ്പേ നമ്മൾ കണ്ട വാലാട്ടിക്കിളി വേറൊരു മരത്തിൽ വന്നിരിപ്പുണ്ട്. ഇപ്പം അവിടെ ഇരുന്ന് ചിറകൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാലൊക്കെ നിവർത്തി കാണിക്കുന്നുണ്ട് നമ്മളെ. 2 ഒരുമിച്ചിരിക്കുന്നുണ്ടോ? 2 ഒന്നിച്ചിരിപ്പുണ്ട് ആ മരത്തിൽ. ഒരു വല ഇടാൻ വരുന്നതാണോ? അത് ഇട്ടിട്ട് വല അഴിച്ചിട്ട് വരുന്നതാണ്. എടുത്തോണ്ട് വരുന്നതായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ഇതിലേ കയറിയാണ് അവർ പോവുക. അവരിതിലേ കയറി റോഡിൽ കയറിയിട്ട് അല്ല തളിരില അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് തളിരില. അത് വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ്. ഇലയും പഴങ്ങളും മാത്രം. പിന്നെ ഈ മുളയുടെ കൂമ്പില്ലേ, തളിരിലയും കൂമ്പും.
ഇല്ല അഴിച്ച് ഇല്ല വെള്ളത്തിനകത്ത് കിടക്കുന്നത് കരയ്ക്ക് വെള്ളത്തിൽ കര സൈഡ് ചേർന്ന് എടുത്തിട്ടേക്കും. രാവിലെ വരുമ്പോഴത്തേക്ക് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ കരയിലിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴേ ആന വലിച്ച് കളയും, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഇതാകുമ്പോൾ മീൻ ചാകത്തുമില്ല, ഫ്രഷായിട്ട് കിടന്നു. ചെങ്ങാടന്മാരൊക്കെ സൈഡിൽ കെട്ടി നടക്കി കെട്ടിയിടുന്നുണ്ട് ആന പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആന പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ രാവിലെ വരുമ്പോഴത്തേക്കും രാത്രിയോ എന്തെങ്കിലും വരുവാണെങ്കിൽ ആന ചവിട്ടി പൊട്ടിച്ച് കളയും. അത് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കെട്ടിയിടുന്നത്. അല്ലെങ്കിൽ വെള്ളത്തിൽ കെട്ടിയിടുന്നത് സേഫായിട്ട് കിടക്കുകയും ചെയ്തോളും. അവർ നീന്തി വരുമ്പോൾ തന്നെ കരയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയ ചെങ്ങാടം, എന്തെങ്കിലും പൊട്ടി ചെങ്ങാടം എന്തെങ്കിലുമൊക്കെ കാണും. അത് ചെറിയ ചെങ്ങാടം അത് വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും. അല്ലെങ്കിൽ പിന്നെ നീന്തിയിട്ട് ഒന്ന് അഴിച്ചെടുത്തുകൊണ്ട് പോയിക്കോളും. ഇത് നമ്മുടെ കുടിയിലുള്ള ട്രൈബ്സാണ്, മന്നാൻ ട്രൈബ്സ് എന്ന് പറയും. പിന്നെ പളിയർ കുളി എന്നുണ്ട് ട്രൈബ്സും ഉണ്ട്, അവർക്കും ഇതിനകത്തുണ്ട് അലോഡുണ്ട് മീൻ പിടിക്കാനായിട്ടാണെങ്കിലും തെള്ളിയാണെങ്കിലും തേന് ഇങ്ങനെ വിറക് ഇങ്ങനെ എടുക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്, അവർക്കും പെർമിഷനുണ്ട്. പ്രശ്നമാകുമെന്ന് പറഞ്ഞാൽ തീയൊക്കെ ഇട്ട് ചെങ്ങനെ ഇരുന്ന്, പക്ഷെ ഉറക്കമൊന്നുമില്ല. ഒരാൾ രണ്ടുപേരൊക്കെ ഉറങ്ങിയാൽ പോലും ഒരാൾ അവിടെ എഴുന്നേറ്റിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേർ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ വലയൊന്ന് തപ്പും, മീനുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വലയൊന്ന് തപ്പും. വലയുണ്ടെങ്കിൽ അപ്പോഴാണ് മീൻ ഊരിയേക്കും. എന്നുവെച്ചാൽ ചെന്നായുടെ നീർനായുടെ ശല്യം ഉണ്ടാവും. വലയും കടിച്ചു പറിച്ച് അതിനകത്ത് വീഴുന്ന മീനെല്ലാം അപ്പോഴവൻ കഴിക്കും. നീർനായുടെ ശല്യം കൊണ്ട് പിന്നെ ഇതേപോലെ തന്നെ ആമയും തിന്നും. ആമയും ഭയങ്കരമായിട്ട് മീനെ തിന്നും. മുതലയില്ല ഇതിനകത്ത്. മുതലയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് അടുക്കാൻ പോലും പറ്റുകയില്ല. പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് ഒരു കടുവയെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് വീണ്ടും ഒരു സ്വപ്നമാക്കി ബാക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വന്നിട്ട് 1.5 മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. കടുവയുടെ ഭക്ഷണത്തിൻ്റെ പങ്ക് പറ്റിയിട്ട് പോകുന്നവരാണ് കേട്ടോ കാക്കയും കൊക്കൊക്കെ. ഇതാ ആ പോത്ത് കിടക്കുന്നതിൻ്റെ മുൻഭാഗത്ത് മണ്ണ് നന്നായിട്ട് ഇളകി കിടപ്പുണ്ട്. അത് ഇന്നലെ രാത്രി കടുവ വന്നിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ അടയാളമാണ്. ഒരുപാട് ബേഡ്സ് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ് ഈ രാവിലത്തെ സമയം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നതെല്ലാം നല്ല അടിപൊളി വിഷ്വൽസും ആയിരിക്കും. രാവിലെ ആയതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള കണ്ടീഷനിലും ആയിരിക്കും. രവിച്ചേട്ടൻ നമ്മളെ പിന്നെ ഓരോന്നിനെ കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം തപ്പിക്കഴിഞ്ഞപ്പോൾ ഈ കൂട്ടരെ കിട്ടി. ആഷി വുഡ് സ്വാലോ, ഇണകാത്തേവൻ, അങ്ങനെ ഒരു വളരെ രസകരമായ പേരിനുടമയാണ് ഇരിക്കുന്നവർ. 3-4 എണ്ണത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. 4ഉം 3ഉം ഒക്കെ ആയിട്ട് മാറി മാറി പല പല മരങ്ങളിലൊക്കെ വന്നിരിക്കുകയാണ് രാവിലെ. 3 ആണ് 2 ആണ് 3 ഉണ്ട് 3 ഉണ്ട്. ജംഗിൾ ക്യാമ്പ് ട്രക്കിങ്ങിൽ നമ്മൾ നടന്നു കയറുന്ന മാനമുട്ടി മലയാണ് ഏറ്റവും ബാക്കി കാണുന്നത്. നമ്മൾ മാനമുട്ടി മലയുടെ ഏറ്റവും മേളിൽ കയറി കഴിയുമ്പോൾ ഈ ഡാമിൻ്റെ റിസർവറിൻ്റെ ഒക്കെ കാഴ്ച അതിമനോഹരമാണ്. മരുതിയുടെ കായാണത്. മരുതിയുടെ കായാണത്. ഇതാ പൂവ്. ഇതിൽ ഈ പൂവ് ഉണ്ടായിട്ട് ഇത് പൂവ് മറ്റേ ഈ കളർ കാണുന്നത് ഇരുന്നാണ് പിന്നെ ഈ കായ ഉണ്ടാകുന്നത്. ഇതുപോലെ ഇതെല്ലാം മൊത്തം കായ, റെഡിൽ കാണുന്നതെല്ലാം മൊത്തം കായ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വന്ന ഉടനെ തന്നെ കുറേ കിളികളെ കണ്ട സ്ഥലമാണ് കേട്ടോ. ഇന്നവിടെ കിളികളല്ല, വേറൊരുത്തർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു കരിങ്കുരങ്ങ് ഒരു മരത്തിൽ നല്ല സുഖമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വാച്ച് ടവറിൻ്റെ മുന്നിലുള്ള പൂക്കളിൽ തേൻ കുടിക്കാനൊക്കെ വരുന്ന ആൾക്കാരെ കണ്ടോ. ചില ചിത്രശലഭങ്ങളും അതുപോലെ തേനീച്ചയൊക്കെയാണ്. 2-3 വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവന്മാരുടെ ഒന്നും പേര് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
തേനീച്ചകളാണെങ്കിൽ തേനും പൂമ്പൊടിയൊക്കെ കളക്ട് ചെയ്യുന്ന തിരക്കിലുമാണ്. ഏകദേശം ആയുസ് കഴിയാനായ ഒരുത്തനാണെന്നാണ് തോന്നുന്നത്. അവൻ്റെ ചിറകിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് കുറേ അടന്നു പോയിട്ടൊക്കെ ഉണ്ട്. സാധാരണ ഇവരുടെ ആയുസ് തീരാനാകുമ്പോഴാണ് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏറെക്കുറെ ഇതേ സമയത്ത് തന്നെ ഇവിടെ വന്നൊരു ആനക്കൂട്ടത്തിൻ്റെ സൈറ്റിങ്. അത് നമ്മുടെ ഇതിലേക്ക് കാണുന്ന ഇതിൻ്റെ ഫ്രണ്ട് വശം തന്നെ. ഇവിടെ കിട്ടുന്നത് ഈ നേരെ, അതായത് ഈ മരത്തിൻ്റെ നേരെ അങ്ങ് ബാക്കിൽ ആ ഭാഗത്തൂടെ നടന്ന ആനകളാണത്. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി പൊറോട്ട അടിപൊളി. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന കവിരാജ് ചേട്ടനും രവിചേട്ടനും ഒക്കെ കാടിനെക്കുറിച്ചും ഈ ടൈഗർ റിസർവിനെ കുറിച്ചും കുറേ കഥകളും അറിവുകളും ഒക്കെ ഉണ്ടാവും. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ഞങ്ങളിതുപോലെ ഇരിക്കുമ്പോൾ വൈകിട്ട് അവർ ട്രക്കിങ്ങിന് പോയാൽ ഞാൻ മാത്രം ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അപ്പോൾ അവർ ഗസ്റ്റ് ഇവിടെ ആനയുണ്ട്, ഫുൾ ആനയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഗസ്റ്റ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആന ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല ടെഞ്ചിൻ്റെ അകത്തേക്ക്. ഞാനിവിടെ നിന്ന് ഒരാന ഈ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഞാനും ആന അടുത്തടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. മറ്റവർ വരാൻ തുടങ്ങുമ്പോൾ ആന വീണ്ടും തിരിച്ച് വെളിയിലേക്ക് പോകും. പിന്നെ ബാക്കി ഗ്രൂപ്പ് ആന പുറയില്ല. പിന്നെ ഞാൻ ഒരു തരത്തിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കി ആന കുറച്ച് ഈ ദൂരെ വന്നപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു പുറകിൽ വന്ന് ഓടി കയറിക്കൊള്ളാൻ പറഞ്ഞു. അല്ലെങ്കിൽ അന്ന് അവർ പുറത്ത് ഞാൻ അകത്തും ആയാണ്. അതെ അത്രയും അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് പലപ്പോഴും ഇവിടെ ഉണ്ടാകാറുണ്ട്. കാട്ടുപോത്ത് മാവ് ഇത് ഇച്ചിരി ഒരു 4-5 മണിക്കുള്ളിൽ ഈ പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ചിലപ്പം കടുവാട് ഒരു പ്രസൻസ് കാണും. വന്ന് ഇതുപോലെ തന്നെ കാട്ടുപോത്ത് മാവൊക്കെ നേരത്തെ വന്ന് ഒരു 5 മണിയായപ്പോൾ തന്നെ ഈ ചുറ്റു പരിസരത്തായി. ഞാൻ കൂടെയുള്ള ആളിനോട് പറഞ്ഞു ചിലപ്പോൾ ഇന്ന് കടുവായോ ഒന്നില്ലെങ്കിൽ നമ്മൾ ലെപ്പോർട്ടിനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2:45 ഞാൻ എപ്പോഴും വന്നാൽ എന്തെങ്കിലും കണ്ടെങ്കിൽ അപ്പോൾ ഞാൻ സമയം നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കറക്റ്റ് എൻ്റെ കൂടെ കക്ഷിയെ ഞാൻ വിളിക്കുന്ന പുള്ളിക്ക് അറിയാം. വിളിച്ചെഴുന്നേറ്റ് ഞങ്ങൾ ടോർച്ച് അടിക്കുന്ന കറക്റ്റ് ആ പുറകെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കണ്ട് നല്ല സൂപ്പറായിട്ട്. അല്ല ലെപ്പേർഡായിരുന്നു. അപ്പോൾ ഈ ലെപ്പേർഡിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഓടിയൊന്നും അകത്തേക്ക് പോകത്തില്ല. നമ്മൾ ചിലപ്പം കുറച്ച് ദൂരം പോയിട്ട് വീണ്ടും അത് തിരിഞ്ഞിരിക്കും. അപ്പോൾ ലെപ്പേർഡിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ. പക്ഷെ കടുവ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓടിക്കയറും. പൊതുവേ കടുവകളെ സംബന്ധിച്ച് പുതിയ ആഹാരങ്ങൾ വളരെ കുറച്ചായിരിക്കും തിന്നുന്നത്. കാരണം ഈ പല്ലിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് 4 പല്ലേ കാണത്തുള്ളൂ, 2 വലിയ കോമ്പല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫുൾ ബോഡി ഭയങ്കര വീക്കാണ്. കാരണം ചീഞ്ഞ് വരണം, സോഫ്റ്റ് ആകണം. അപ്പോൾ ശരിക്കും അവന് ആ ഒരു ടൈം ആകുമ്പോഴേ അവൻ തിന്നത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല. ഒരു പെൺകടുവ മീറ്റ് ചെയ്യണമെങ്കിൽ അവർ 3 വർഷമെങ്കിലും എടുക്കും നോർമലായിട്ട്. അതിൻ്റെ ഇടയ്ക്കൊന്നും അവർ മീറ്റ് ചെയ്യത്തില്ല. ചിലപ്പോൾ 5-6 കുഞ്ഞുങ്ങളുണ്ടാകും, ചിലപ്പോൾ അത് നാച്ചുറൽ ഡെത്ത് ഉണ്ടാകും, ചിലപ്പം സ്വന്തം തള്ള തന്നെ കുഞ്ഞിനെ തിന്നാറുമുണ്ട്. കാരണം ബോഡി വീക്ക് ആകുന്നതനുസരിച്ച് ചിലപ്പം തള്ള തന്നെ തിന്നും. ഈ പൂച്ചകളുടെ ഒരു വർഗ്ഗമല്ലേ. പുലി ഫ്രഷായിട്ട് കഴിക്കുന്ന ആളാണ്. പൊതുവെ പുലി വർഗ്ഗങ്ങളെല്ലാം ബ്ലാക്ക് പാന്തറും പുലികളൊക്കെ അപ്പം കില്ല് ചെയ്തിട്ട് അപ്പം കഴിക്കുന്നതാണ്. കാരണം പുള്ളി എപ്പോഴും മരത്തിലുള്ള ആളായതുകൊണ്ട് മരത്തെ കയറ്റി വെച്ചിട്ട് പുള്ളി ആ ആഹാരം കഴിക്കത്തുള്ളൂ. നിലത്ത് ക്യാച്ച് ചെയ്യുന്നതാണേലും പുള്ളി എപ്പോഴും മരത്തിൻ്റെ ഒരു ഇതിലും നല്ല ബ്രാഞ്ച് നോക്കി കയറി ഇരുന്ന് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ട്രക്കിംഗ് ആയിരുന്നു, പക്ഷെ അത് ഷോർട്ട് ട്രക്കാണ്. അപ്പം ഞാൻ കറങ്ങി ചെന്നിട്ട് ആനയെ കണ്ട്. ആന നമ്മൾ വരുന്ന വഴിക്ക് ചെറിയ കയറ്റമാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെ ഒരൊറ്റ ഗസ്റ്റേ ഉള്ളൂ. ഞാൻ ആനയെ കണ്ട് ഫോട്ടോ എടുത്ത് തിരിച്ചിങ്ങനെ വന്നിട്ടിരിക്കുന്നു. നമ്മുടെ കൂടെ അടുത്ത ആൾക്കാർ, അടുത്ത ഗ്രൂപ്പ് കുറച്ച് ഞാനന്ന് താഴത്ത് വേറെ ആന ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ കയറി തന്നെ നിഴൽ ശകല രാവിലെ ഒരു 9 മണി ആ ടൈം ആയതുകൊണ്ട് എൻ്റെ നിഴൽ കേട്ടു. ആന ഒരു വരവായിരുന്നു ഞങ്ങളുടെ നേരെ. ഞാനും കാറിക്കൊണ്ട് ഓടി, ശ്രീനിവാസനും കാറിക്കൊണ്ട് ഓടിയിട്ട് ഒരു മരത്തിൻ്റെ പുറകെ നിന്ന് ബാക്കിയുള്ള ഗസ്റ്റിനെ ബാക്കി ഒരു ഗൈഡിൻ്റെ കൂടെ താഴത്തേക്ക് ഓടി. ഞങ്ങളത്
തൊട്ടടുത്തായി പോയില്ലേ. നമ്മൾ ചില സമയത്ത് അങ്ങനെ ആനയെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാകും. ചിലത് ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ നിൽക്കും, മൈൻഡ് ചെയ്യാതെ നിന്നിട്ട് ഒരൊറ്റ വരവായിരിക്കും. പക്ഷെ നമുക്ക് ചില ഗ്രൂപ്പ് ആനകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവെ അറിയാം ഓടിക്കുന്നതും ഓടിക്കാത്തതും. പക്ഷേ നമുക്ക് ആനയെ കാണാൻ ഏറ്റവും എളുപ്പമുള്ളത് ഓടിക്കുന്ന ആനയെ കാണാനാണ്. കാരണം അവൻ നമ്മളെ ചാർജ് ചെയ്യാൻ വരുമല്ലോ. പക്ഷെ വേറെ ചില ആനകൾ നമ്മളെ കണ്ടാൽ പേടിച്ചോടും. പക്ഷെ അതിന് നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ വലിയ പാടായിരിക്കും, കിട്ടത്തില്ല അവരെ. ഏതെങ്കിലും ചപ്പിൻ്റെ അകത്തൊക്കെ മറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വെളിയിൽ ഇറങ്ങത്തില്ല. കരടി ഉണ്ട്, ഓടിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര ദൂരം ഓടിച്ചിട്ടില്ല. കാരണം പേരുടെ ഏറ്റവും ഡേഞ്ചറസ് ആയതുകൊണ്ട് നമ്മൾ പരമാവധി ആനയിൽ പോലും നമുക്കൊരു പരിധി വരെ ചിലപ്പം അടുത്ത് പോയാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് വെച്ചു. പക്ഷെ കരടി അങ്ങനെയല്ല, പെട്ടെന്ന് നമ്മൾ ചാർജ് ചെയ്യും. പിന്നെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനൊക്കെ പോകുന്ന വഴിക്ക് എപ്പോഴും കയ്യിൽ ഒന്നല്ല ഒരു വടി കാണും, അല്ലെങ്കിൽ ഏത് വാട്ടർ ബോട്ടിൽ കാണും. എന്താണ് നമുക്കൊരു ആയുധം അറിയാമല്ലോ. അപ്പോൾ ഇതിനൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കമ്പുണ്ടെങ്കിൽ നല്ലതാണ്. അടുത്തുള്ള മരത്തിലേക്ക് നല്ല വടി വെച്ചില്ലേ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയത് തിരിച്ച് പോകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ചാർജ് ചെയ്യും. പക്ഷെ നമ്മുടെ കൂടെ ഇപ്പം 5 പേരുണ്ടെങ്കിലും 5 പേര് ഒന്നിച്ച് നിൽക്കണം, അല്ലാതെ ഒരാളെ വിട്ടിട്ട് പോയാൽ ചിലപ്പോൾ വന്ന് പിടിക്കും അത്. അതുണ്ടാകും. അപ്പം നമ്മുടെ അച്ഛനമ്മമാർ ജീവിക്കുന്ന ഫോറസ്റ്റ് അല്ലേ, ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ആ ഒരു മനസ്സിൽ സന്തോഷം നിറഞ്ഞുള്ള ഒരു ജോലി ആയതുകൊണ്ട് അന്ന് മുതലേ ഇപ്പോഴും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുക. അതായത് ഈ പ്രസവം മുതൽ ഒരു പ്രായമാകുന്നിടം വരെ ഈ ആന എപ്പോഴും കൂട്ടത്തിൽ കാണും. കൂട്ടത്തിൽ കാണുമെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുത്തശ്ശിയാന തള്ളാച്ചിരി മാറി നിന്ന് കഴിഞ്ഞാൽ പോലും ഈ മുത്തശ്ശിയാന അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. വേറെ ഒരു ജീവിയെ മടുപ്പിക്കത്തുമില്ല. അതേപോലെ ഇതിൻ്റെ വേറെ ആനയാലും ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആനയാണെങ്കിലും അനിയത്തിയോ ചേട്ടത്തിയോ ആരും ആയിക്കോട്ടെ, അവരാണേലും തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 1, 2, 3 എണ്ണം വരെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണും. നമ്മളെ ഓടിക്കുന്നതും ഒരു രീതിയിൽ വേണം നമ്മൾ നിൽക്കാൻ. അവന് ഒരു ആംഗിളുണ്ട്, നമ്മളൊരു കാറ്റിൻ്റെ ദിശ അനുസരിച്ച് മാത്രമേ നമുക്ക് നിൽക്കാനും പറ്റത്തുള്ളൂ. നമ്മളെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴത് വാല് പൊക്കി കൈയൊക്കെ തുമ്പിക്കൈ പൊക്കിയിട്ട് സ്മെല്ല് പിടിക്കും. സ്മെല്ലാണ് എത്ര ദൂരം നിന്നാലും ഇവർക്ക് ഇതിൻ്റെ സ്മെല്ല് കിട്ടും. ആനയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആന നമ്മുടെ നേരെ ചാർജ് ചെയ്യും. ആന നിൽക്കുന്നതിൻ്റെ നമ്മുടെ എതിരെ കാറ്റ് വരുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ആന ഓടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആന തമ്മിൽ കൈ രണ്ടും കോർക്കും, തുമ്പിക്കൈയിൽ നിന്ന് കോർക്കും. ആ തുമ്പിക്കൈ കോർത്തിട്ട് സിഗ്നൽ കൊടുക്കുന്നതാണ്, ഇവനെ എങ്ങനെ ഓടിക്കാവോ വേണ്ടയോ ഇങ്ങനെ ഒരു നിൽപ്പ്. അപ്പോഴേ അവിടെ നിന്ന് മാറിക്കോണം. അതായത് 10 വർഷത്തിന് മുമ്പ് ഞാനിതേപോലെ രാവിലെ 2 പ്രായമുള്ള ഒരു 60ഉം ഒരു 50ഉം വയസ്സുകാരെ 2 അമ്മച്ചിമാരാണ് ട്രക്കിങ്ങിന് ഇങ്ങനെ കൊണ്ടുവന്ന്. അപ്പോൾ ഇത് എന്നാ വെച്ചാൽ 2 ആനയേ ഉള്ളൂ, ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ ഇതുങ്ങളെ ഈ പ്രസവിച്ചെങ്ങാണ്ട 1 മാസം 2 മാസം കണ്ടേ ആയിട്ടുള്ളൂ. ഇതുങ്ങളെ രാത്രി എല്ലാം കടുവായിട്ട് ഓടിച്ചു. ആന നിൽക്കണ പക്ഷേ ശരിക്കും ക്ലിയറായിട്ട് കാണത്തില്ല, ഇച്ചിരി ഇരുട്ട് കാടിന് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു സിഗ്നൽ കണ്ട് ആനയെ ചെറുതായിട്ട് കണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇന്നതുപോലെ ആന നിൽപ്പുണ്ട്, അപ്പോൾ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധയോടെ. അപ്പം ഞാൻ ഓടുമ്പം നിങ്ങൾ മൂടിയേക്കണം എന്ന് പറഞ്ഞ് തീർന്നില്ല. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആന 2 ചിന്നമ്പിളിയും വിളിച്ച് 2 ആന ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അവിടുന്ന് ഞാൻ തിരിഞ്ഞ് കണ്ടപ്പോഴേ എന്നെക്കാലം മുമ്പേ തന്നെ 2 അമ്മച്ചിമാർ എന്നെ എടുത്തെറിഞ്ഞിട്ട് ഓടി എന്ന് പറയുമ്പോൾ ഒരു പുറ്റുണ്ടായിരുന്നു, ആ പുറ്റിൻ്റെ മുകളിൽ കൂടെയാണ് ജമ്പ് ചെയ്ത് ഓടിയത്. പക്ഷേ ജീവന് കൊതിയുണ്ട്, 2 എണ്ണം ഇങ്ങോട്ട് അലാറ് ചിഹ്നം വിളിച്ച് വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി അവിടെ തന്നെ നിന്ന്. പക്ഷേ ആ കുറച്ചൊരു 10 മീറ്റർ വരെ വന്നിട്ടുള്ള ആന വന്നു, അതേപോലെ തന്നെ തിരിച്ച് കുട്ടിയുടെ അടുത്തേക്ക് പോയി. രാത്രി ഇതിനൊക്കെ ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റും ഇല്ലായിരുന്നു ഈ ആനയ്ക്ക്. ഈ കുട്ടിയെ പിടിക്കാൻ വേണ്ടി പിന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ പിടിക്കാൻ വേണ്ടി കടുവ പുറകെ നടക്കുകയായിരുന്നു. അപ്പോൾ കടുവയുടെ പത്മാർക്ക് നമ്മൾ കണ്ടായിരുന്നു. കടുവ ശരിക്കും അപ്പം ആന ഓടിച്ച് പിടിക്കും? ഓടിച്ച് പിടിക്കും. ഈ ചെറിയ കുട്ടി ഒരു ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ പിടിക്കും. എങ്ങനെ ഒരു 12 വയസ്സ് വരെ ആണെങ്കിലും അത് ഉറപ്പായിട്ട് പിടിച്ചിരിക്കുന്നത്. അതിന് തോല് മുതുകത്ത് കയറിയിരുന്നിട്ട് മസ്തകിനടിക്കും. അടിച്ചു കഴിഞ്ഞാൽ അത് എത്ര ഇതാണെങ്കിൽ അത് മർമ്മം നോക്കിയേ അടിക്കുകയുള്ളൂ. മസ്തകം എന്ന് പറയുമ്പോൾ ആനയുടെ ഏറ്റവും വലിയ നല്ലൊരു മർമ്മമാണത്. അപ്പോൾ അവിടെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഏതാനയും വീഴും. ആ ഒരു പാകമാണ് ഈ കടുവ പിടിക്കുന്നത്. അപ്പോൾ ഈ കടുവ പിടിക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക്
ഈ ഒരു സമയത്തിലാണെങ്കിൽ ഈ പാലിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും ഈ കുട്ടിയാനയ്ക്ക്. കുട്ടിയാനയ്ക്ക് ഒരു പാലിൻ്റെ സ്മെല്ലുണ്ടാകും. അപ്പോൾ ആ പാലിൻ്റെ സ്മെല്ലിനാണ് ഇതിൽ പുറകെ ഇങ്ങനെ ഈ പ്രസവിക്കുമ്പോൾ തന്നെ ഈ ഒരു പിടിക്കാനായിട്ട് നടക്കുന്നത്. പിഞ്ചാണ്ട് എളുപ്പമുണ്ട്. അപ്പോൾ അത് പിടിച്ച് കഴിയുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും ഭക്ഷിക്കാനും 2 ദിവസം കൂടിപ്പോയി കഴിഞ്ഞ് ഒരു 4 ദിവസം കൂടെ കിട്ടുന്നതെല്ലാം തീരും. അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് കുട്ടിയാനെ അങ്ങനെ പിടിച്ച് അതിൽ ഒരെണ്ണം എങ്ങാണ്ടോ ഈ തുമ്പിക്കൈയിലെങ്ങാണ്ടോ ചെറുതായിട്ടൊരു മുറിവ് പറ്റിയിട്ട് കഴിക്കാൻ മേലാതെ കിടന്ന് ചത്തുപോയതാണ്. തള്ളയും വിട്ടിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ പിടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇതിനെ കിട്ടത്തില്ല. ഇത് നമ്മളെ കാണുമ്പോഴത്തേക്ക് ഓടിപ്പോകും. പിടിക്കാനായിട്ട് പല ഇത് നോക്കിയിട്ടും രക്ഷയില്ലായിരുന്നു. അവസാനം പിന്നെ കണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബോർഡർ ഹൈക്കിങ്ങിന് തന്നെ പോകുന്നൊരു വഴിക്കാണ് അത് ചത്ത് കിടക്കുന്നത് കാണുന്നത്. പിന്നെ കടുവ ആനയിട്ട് ഓടിക്കുന്നു. ആന ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. തിരിച്ച് ആന ഈ വലിയ ആനയൊക്കെ കടുവേനെ ഓടിക്കുന്നത് ചാർജ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കാട്ടുപോത്തും അതേപോലെ ഇവർ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞുങ്ങളെ ആൾക്കാരുടെ സൈഡിൽ നിന്ന് മാറ്റാതിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടുവയുടെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഇതിനെ കുട്ടിയെ പിടിക്കുമെന്നുള്ള ഇത് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വരുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ഈ നമ്മുടെ മനുഷ്യൻ്റെ ഈ സാന്നിധ്യമുള്ളിടം തപ്പി വരും. എല്ലാ മൃഗങ്ങളും അതേപോലെയൊക്കെ തന്നെയാണ്. അതൊക്കെ ആൾക്കാർ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണത്. ഇപ്പോൾ ഞങ്ങളുടെ നേരെ മറിച്ച് ഞങ്ങളുടെ കുടിയിലാണേലും രാത്രി ആയിക്കഴിഞ്ഞാൽ കാട്ടുപോത്ത് മാത്രമേ ഉള്ളൂ. ഈ കാട്ടുപോത്ത്, മ്ലാവും ഈ പന്നിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പക്ഷേ മറ്റുള്ളവർക്ക് ശല്യമില്ല. അപ്പോൾ ഈ പറമ്പിലൊക്കെ കയറിക്കഴിഞ്ഞാലും വീടിൻ്റെ മുറ്റത്തൊക്കെ വരും. വീടിൻ്റെ മുറ്റത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശല്യങ്ങളൊന്നുമില്ല. മറ്റ് ഇതിലോ അങ്ങനെയൊന്നും ശല്യങ്ങളില്ല. അപ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്ക് പോകുന്ന കാണാം. ഒരു ഗ്രൂപ്പിൽ അങ്ങനെ പോയാൽ ഒരു 4, 5, 6 കുട്ടികൾ വീതം ഉണ്ടാവും. ഡിയറും കുഞ്ഞ് പ്രസവിക്കാറാകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഏരിയയിൽ എവിടെയെങ്കിലും കാണും. അതേപോലെ അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആനയും ആ ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഡെലിവറിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ ആ സാന്നിധ്യം തേടി തന്നെ ഈ ചുറ്റുവട്ടാരത്ത് തന്നെ കാണും. കാട്ടുപട്ടിയും കടുവയും തമ്മിൽ ചേരുകയില്ല. അത് കാട്ടുപട്ടി എന്ന് പറയുമ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ പട്ടിയും അടുക്കത്തില്ല, ഈ കടുവയും അടുക്കത്തില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് തമ്മിൽ പിരിയുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കടുവയെ കാണുമ്പോഴത്തേക്ക് പട്ടി ഓടും. കൂരമാനുണ്ട്, പക്ഷെ വളരെ അപൂർവമാണ്. അത് കാണുന്നത് തന്നെ ഭയങ്കര ഒരു റെയറായിട്ടേ കിട്ടത്തുള്ളത്. അതിനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ അതൊക്കെ 100 ചില്ലറയായിട്ട് പോകുന്ന പൂക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്തുകയല്ല അവിടെ പോയി. ചിലപ്പം ചാടുന്ന വലിയ കുഴിക്കാത്തോ വലിയ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയി ചാടുന്നത്. ചിലപ്പം ആ ചാടുന്ന ആ രീതിയിൽ തന്നെ ചത്തും പോകും. അതൊക്കെ വലിയ അല്പായുസാണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ ആയുസ് പെട്ടെന്ന് തീരുന്നൊരു സാധനമല്ല. മറ്റുള്ളതുപോലെ ചാടി എഴുന്നേറ്റ് ഓടുന്നു അങ്ങനത്തെ ഇതൊന്നുമില്ല. വീഴുന്ന വീഴ്ചയിൽ അങ്ങനെ ചത്തുപോലെ ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് ഓടിയപ്പോൾ ഈ കല്ലെടുത്ത് ഒരു മട്ടം നിർത്തി ചാടിയതാണ്. താഴെ ഇരുന്ന കല്ലേലേക്ക് അത് ഓന്ന സ്പോട്ടിൽ തന്നെ പോയി. പ്ലാവിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. പക്ഷേ ഈ ചെന്നായ ഓടിക്കുമ്പോൾ ഒരു ഇതുണ്ട്. ചെന്നായ ഓടിക്കുമ്പോഴത്തേക്ക് ഇത് ഓടി മടുത്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിലിറങ്ങി നിന്നിട്ട് ഇവരെ ഓടിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് കാല് രണ്ടും വെള്ളത്തിലിട്ടടിച്ച് ചിലത് മാത്രമേ പോകത്തുള്ളൂ. ചില നായകളെന്ന് പറയുമ്പോഴത്തേക്ക് കരയിലിങ്ങനെ നോക്കിയിരിക്കും. ഇവൻ എത്ര ടയേർഡാവുന്ന ആ സമയം വരെ ഇരിക്കും. ചിലത് നീന്തിയിട്ട് കറക്റ്റ് എവിടെ പിടുത്തം കിട്ടുന്ന അവിടെ പിടിച്ച് കരയ്ക്ക് വലിച്ച് അടുപ്പിക്കാറാകുമ്പോഴത്തേക്കും അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളതെല്ലാം റൗണ്ട് ചെയ്തിട്ട് ഒന്നിച്ച് വലിച്ച് കയറ്റിട്ട് ആ നോക്കുന്ന നിമിഷം കൊണ്ട് സംഗതി. ചെന്നായ്ക്കൾ ഇര പിടിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളവിടെ കാണാൻ പാടില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഓടിച്ചിരിക്കും. പിന്നെ ഞാനൊക്കെ ഓടിയിട്ടുണ്ട്. പിന്നെ ഞാനൊക്കെ തിരിച്ച് 100 ചില്ലറയായിട്ട് ഞാനൊക്കെ പോയിട്ടുണ്ട്. പുറകെ വന്നിട്ടുണ്ട്. അതിൻ്റെ എന്നാ ഇവർ ആൾക്കാരെ വിളിച്ച് കൂട്ടുന്നതെന്ന് പറയുമ്പോൾ ചെന്നായ്ക്കളെ വിളിച്ച് കൂട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു നമ്മൾ ഈ സാധാരണ പട്ടി കുരയ്ക്കുന്ന പോലെ അങ്ങനത്തെ ഇതൊന്നുമല്ല. ഒരു ബിസിലടിക്കുന്ന സൗണ്ടാണ് ഇവരുടെ. ബിസിലടിക്കുന്ന സൗണ്ടൊക്കെ അത് കേൾക്കുമ്പോഴേ ഇതെല്ലാം അടുത്തുള്ള ഇതെല്ലാം കൂടെ ഓടിയെടുത്തിട്ട്
അടുത്തെത്തുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് ഇവർ ഓടി ഒരു 30 വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ 30 വരെ കണ്ടിട്ടുണ്ട്. 30 കൂടെ ചില സമയത്തൊക്കെ നമ്മളെ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണുകയില്ല. നമ്മളെ പിടിക്കാൻ തോന്നി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിരിക്കും, ഉറപ്പായിട്ട് പിടിക്കും. ഉറപ്പായിട്ട് പിടിച്ചു മനുഷ്യനെ പിടിക്കും. ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. അത്രയ്ക്കും ഇതാണ്. പക്ഷെ അവൻ ചിലപ്പോൾ ഇതൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൻ മാറിപ്പോവും. ചില ഇതൊക്കെ ആണെങ്കിൽ ഇവൻ ഇര പിടിക്കുന്ന ആ ഒരു കണ്ടീഷൻസ് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ പരിസരത്ത് കണ്ടാൽ നമ്മളെ ഓടിക്കും. ആ കവളപ്പാറ ആ ലേക്ക് സൈഡിലായിട്ട് അപ്പുറത്തെ സൈഡിൽ ആ ലേക്ക് സൈഡിലായിട്ട് രാവിലെ വെളുപ്പിന്. അപ്പം ഞങ്ങൾ ആ ഒരു സമയത്തിൽ ഞങ്ങളവിടെ പണി ചെന്നുകൊണ്ടിരിക്കുന്നത് ബോർഡർ ബൗണ്ടറി പുല്ല് വെട്ടൊക്കെയായിരുന്നു. പുല്ല് വെട്ടാൻ വേണ്ടി ഞങ്ങൾ ഇരുന്ന സമയത്ത് അപ്പം രാവിലെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് പിടിച്ച് തിന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ബഹളമായിരുന്നു. ഇത് എന്താണെന്നായിരുന്നു കാണാൻ വേണ്ടി പോയതാണ്, നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇതെല്ലാം ഭയങ്കര കാഴ്ച വന്നില്ല. ഒരു 2 എണ്ണം എന്നാ ചുമ്മാ പോയത്. ചുമ്മാ പോയപ്പോഴത്തേക്കും ഒരു വന്നെങ്കിലും ഞാനൊക്കെ ഓടി, പുല്ലിനകത്തൂടെ ഓടി. രാവിലെ ഓടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തെ ഇവിടെ വന്നൊക്കെ നോക്കുമ്പോൾ പിന്നെ ഒക്കെ അവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് വന്ന് ഓടി തിരിഞ്ഞ ആ സ്ഥലത്തുമ്പോഴത്തേക്ക് അവൻ കുറച്ച് നേരം അവിടെ വന്ന് നിന്ന് അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ നിന്നെന്ന് തോന്നി. പിന്നെ തിരിച്ചങ്ങ് പോയി. ലെപ്പേഡ് പകലാണേലും പുള്ളി മറ്റേ കേഴയാട്, അത് കേഴയാട് അവൻ്റെ ഏറ്റവും നല്ല ഒരു ഫേവററ്റ് ഫുഡാണ്. അതിനെ എങ്ങനെയും ടാർഗറ്റ് ചെയ്ത് പിടിച്ചിരിക്കും. അത് പിടിച്ചാലും നിലത്ത് ഒന്നും നിർത്തുകയില്ല, തിന്നുകയില്ല. അവൻ അപ്പം തന്നെ പിടിച്ചിട്ട് അങ്ങനെ തന്നെ നേരെ മരത്തിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടേ കഴിക്കത്തുള്ളൂ. നമ്മൾ എടപ്പാളയത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാണ് നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ വന്ന അതേ ആംബിയൻസിലിരുന്ന് ലഞ്ച് കഴിച്ച് ചെക്കൗട്ട്. ഇതാ നമ്മുടെ എടപ്പാളയത്തിലെ താമസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഇതൊക്കെയാണ് എടപ്പാളയം വാച്ച് ടവറിലെ കാഴ്ചകൾ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെ വൈൽഡ് ആനിമൽസും ബേഡ്സും അതുപോലെ ട്രെക്കിങ്ങിൽ കടുവ പിടിച്ച കാട്ടുപോത്തിനെയൊക്കെ കണ്ടു. എടപ്പാളയത്തെ കഥകളും കാഴ്ചകളും ഇവിടെ കഴിയുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.